എല്ലാവരുടെയും വിഷു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ വിഷു അടിപൊളിയായിരുന്നു. ഈ വീഡിയോ എനിക്ക് ഇന്നലെ ഇടാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബിലേറ്റഡ് ആയിട്ടുള്ള വിഷു ആശംസകൾ നേരുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഇവിടെ കണി വെക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളെ വിഷുക്കണി. നിങ്ങളുടെ വിഷുക്കണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. കൃഷ്ണൻ ഇവിടെ സുന്ദരനായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിൻ്റെയും ഒരു കണി കൂടെ കണ്ടു കേട്ടോ. അങ്ങനെ കണി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പരിപാടി പടകം പൊട്ടിക്കലല്ലേ. അങ്ങനെ കണിക്കുള്ള പടകമൊക്കെ പൊട്ടിക്കാൻ വേണ്ടി ഏട്ടൻ സെറ്റാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വിഷയം എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ ഏട്ടൻ വാലയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ പടകം പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വരക്ക് പോകാനാണെങ്കിൽ ഭയങ്കര പേടിയാണ് കേട്ടോ പടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ വരെ പടകം പൊട്ടിക്കാൻ അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പൊട്ടിക്കാൻ എനിക്കും ഭയങ്കര പേടിയാണ്. പിന്നെ കുറച്ച് വാണൊക്കെ വിട്ടു. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ പടകമൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു? നമ്മളിവിടെ ഒരുപാട് പടകമൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഉള്ള പടകം തന്നെ ഭരത്തുമോൻ പൊട്ടിക്കാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവന് ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ എങ്ങനെയോ ഒരു വിധത്തിൽ കുറച്ച് കമ്പിത്തിരിയൊക്കെ കത്തിച്ച് അതിനും അവൻ തിരിഞ്ഞു നോക്കുന്നില്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷമൊന്നും അവൻ ഇങ്ങനെയായിരുന്നില്ല. ഈ പ്രാവശ്യം അവന് പടകം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് കമ്പിത്തിരിയൊക്കെ കത്തിച്ചിട്ടോ. അപ്പോൾ നിങ്ങൾ കണിയിൽ എന്തൊക്കെയാ വെക്കുക? ഞങ്ങളെ കണി ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഭരത്തുമോനെ കുളിച്ച് സുന്ദരനായി കുട്ടപ്പനായി വെച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പൂവൊക്കെ കഴിഞ്ഞ് വീണപ്പോൾ അതെല്ലാം സെറ്റാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അമ്പലത്തിൽ പോകണം. അതിന് മുന്നേ ഒരു ഗ്ലാസ് ചായയും അപ്പമൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം ഉച്ചയ്ക്കുള്ള സദ്യക്കുള്ള പരിപാടിയിലാണ് കേട്ടോ. സാമ്പാറും അവിയലും ഉപ്പേരിയും കൂട്ടുകറിയും പുളിയും എല്ലാം അടങ്ങിയ ഒരു അടിപൊളി സദ്യ തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ സദ്യക്ക് മീൻകറിയും മീൻ പൊരിച്ചതൊക്കെ നിർബന്ധമാണ് കേട്ടോ. ചിക്കൻ കറി ഉണ്ടാവും. പക്ഷേ തലേന്ന് ചിക്കൻ ആയതുകൊണ്ട് തന്നെ ചിക്കൻ വാങ്ങിയിട്ടില്ല. എന്തായാലും മീൻ പൊരിച്ചതും മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ ഇവിടെ പായസം ഉണ്ടാക്കുന്ന തിരക്കിലുമാണ്. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു അടിപൊളി സദ്യ തന്നെ കഴിച്ചിട്ടോ. നിങ്ങൾക്ക് എന്തായിരുന്നു വിഷുവിന് സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യണേ. അവസാനം ഒരു പായസം കുടിച്ചിട്ട് നമ്മുടെ വിഷു ഇവിടെ അവസാനിച്ചു.